Second question, headquarters of rubber board. എവിടെയാണ് റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റബ്ബർ ബോർഡ്. വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രകേഷ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യംസ് ആണ് അല്ലേ? എന്താണ് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത? നമുക്കറിയാം, ഒരു സഹകരണ മേഖലയിലെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് എന്നറിയപ്പെടുന്ന പോസ്റ്റ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ പോസ്റ്റുകളെ കുറിച്ചും പറഞ്ഞു, എല്ലാ പോസ്റ്റും വളരെ ഗ്ലാമറസ് പോസ്റ്റാണ്. ഏത് പോസ്റ്റാണ് ഗ്ലാമറസ് അല്ലാത്തതെന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്, ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ള സഹകരണ വകുപ്പിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. അതുപോലെ തന്നെ 2018 ശേഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ആ നോട്ടിഫിക്കേഷൻ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 നമുക്ക് അവസാന ഡേറ്റ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ നമുക്ക് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള ഏത് മാസങ്ങളിൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം കലണ്ടർ നമുക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് ഒരുക്കിയിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് JCL ചോദിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ചോദിക്കുന്ന സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടി ഈസ് ഓൺഡ് ബൈ. ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ പ്രോപ്പർട്ടി ആരാണ് ഓൺ ചെയ്തിരിക്കുന്ന ചോദ്യം അല്ലേ? ഓപ്ഷൻ എ ഇൻഡിവിജ്വൽസ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ്, ഓപ്ഷൻ സി കമ്മീഷൻസ്, ഓപ്ഷൻ ഡി സൊസൈറ്റീസ്. ഒരു സോഷ്യലിസ്റ്റ് അല്ലെ, സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ എല്ലാ പവറും കൊടുക്കുന്ന ആർക്കാണ്? മിക്കവാറും സ്റ്റേറ്റിനാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആരായിരിക്കും? തീർച്ചയായിട്ടും അത് സ്റ്റേറ്റ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റബ്ബർ ബോർഡ്. എവിടെയാണ് റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി പത്തനംതിട്ട. റബ്ബർ ബോർഡ് അറിയാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കും. നമുക്ക് CSEB-യിലൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലും എന്ത് ചെയ്യുക, അത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തീർച്ചയായിട്ടും ഓപ്ഷൻ എ കോട്ടയമാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റബ്ബർ മാർക്കിന്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ്. അത് തമ്മിൽ അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICA എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഏത് വർഷമാണ് രൂപീകരിച്ചത്? ICA എസ്റ്റാബ്ലിഷ്, നമുക്കറിയാം കോപ്പറേഷൻ എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ട് ലോകം മുഴുവൻ കോപ്പറേറ്റീവ് ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബോഡിയാണെന്ന് പറയുന്നത് ICA. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1995, 1982, 2013, 1890. ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ICA? 1895 ICA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്കറിയാം, ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആസ്ഥാനം ലണ്ടൻ ആയിരുന്നു. പിന്നീട് ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് മാറി, പിന്നെ ജനീവയിൽ നിന്ന് ബ്രസൽസിലേക്ക് ആസ്ഥാനം മാറി. അപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ചില വിവരങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ 68A സെക്ഷൻ പ്രകാരം അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഓഫീസർ ആരാണെന്നാണ്? രജിസ്ട്രാർ ആണോ, ആർബിട്രേറ്റർ ആണോ, വിജിലൻസ് ഓഫീസർ ആണോ, അതോ ലിക്വിഡേറ്റർ ആണോ? തീർച്ചയായിട്ടും ആരാണ്? വിജിലൻസ് ഓഫീസറാണ്. സെക്ഷൻ 68A പ്രകാരം അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഓഫീസർ ആരാണ്? വിജിലൻസ് ഓഫീസർ. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻസ് ചില ഓഫീസേഴ്സിനെ അപ്പോയിന്റ്, ആർബിട്രേറ്റർ, ലിക്വിഡേറ്റർ, അതുപോലെ തന്നെ രജിസ്ട്രാർ, ഇതിൻ്റെയൊക്കെ ഒരു അപ്പോയിന്റ്മെന്റിനെ കുറിച്ചുള്ള സെക്ഷൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ഈസ് മെൻഷൻ ഇൻ വിച്ച് റൂൾ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് റൂളിലാണ് ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 64A, ഓപ്ഷൻ ബി 64B, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 64. ഏതിലാണ് പറയുന്നത്? 64A എന്തിനെ കുറിച്ച് പറയുന്നത്? ഒരു റൂൾ 64A എന്തിനെ കുറിച്ച് പറയുന്നത്? ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച്. എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്ന് കൃത്യമായി പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഏത് റൂളിലാണ്? 64A പ്രധാനപ്പെട്ട കാര്യം. ഡാഷ് ഈസ് ആൻ ആൽഫ ന്യൂമറിക് കോഡ് ദാറ്റ് യൂണിക്ലി ഐഡന്റിഫൈ എ ബാങ്ക് ബ്രാഞ്ച് പാർട്ടിസിപ്പേറ്റിംഗ് നെഫ്റ്റ് സിസ്റ്റം. നെഫ്റ്റ് സിസ്റ്റത്തിൽ പങ്കെടുക്കുന്ന ഒരു ബാങ്കിനെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ആൽഫ ന്യൂമറിക് കോഡ് ഏതാന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ IFS, ഓപ്ഷൻ ബി IFSC, ഓപ്ഷൻ സി FSC, ഓപ്ഷൻ ഡി RTGS. നമുക്കറിയാം, പ്രധാനപ്പെട്ട രണ്ട് മണി ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഒന്ന് NEFT-ഉം അതുപോലെ തന്നെ RTGS. NEFT-ഉം RTGS, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും അതുപോലെ തന്നെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റും. അതിനുവേണ്ടി നമുക്ക് ഏതൊരു ബാങ്കിനെ സമീപിച്ചാലും നമുക്ക് അവിടേക്ക് പണം അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു IFSC വേണം. നമ്മൾ IFSC കോഡ് എന്നൊക്കെ പറയും, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ്. അപ്പോൾ പിന്നീട് കോഡിന്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ അങ്ങനെ പറയാം, IFSC കോഡ് എന്നാണ് പറയുക. അപ്പോൾ IFSC ആണ് അല്ലെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് നമുക്ക് അവിടെ
ഉപയോഗിക്കുന്നത് ആൽഫ ന്യൂമറിക് നമ്പർ 11 ഇതിലെ ആൽഫ ന്യൂമറിക് 11 എലമെന്റ്സ് ആണ് അതിലുണ്ടായിരിക്കുക. അപ്പോൾ IFSC ആണ് ഓപ്ഷൻ ബി, IFSC ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരം IFSC, NEFT, RTGS അതുപോലെ തുടങ്ങിയവ IMPSC തുടങ്ങിയ UP തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്കിങ് മേഖലയിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറയുന്ന മറ്റൊരു പേര് ഓപ്ഷൻ എ കറണ്ട് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി റെക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്താണ് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലും നമുക്കാണ് പണം തിരിച്ചു കൊടുക്കുക, അതിന് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അത് ഈ അക്കൗണ്ടിൽ ഏതിന് മാത്രമേ സാധിക്കുള്ളൂ? കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനും എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഏതിലാണ് ലഭിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്നാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? കറണ്ട് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം സാധാരണ ട്രേഡേഴ്സ് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് അല്ലെ, എത്ര ട്രാൻസാക്ഷൻസ് ലിമിറ്റ്, അവിടെ ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഇല്ല അല്ലെ, അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്യാപ്ചറിംഗ് ദി എസെൻഷ്യൽ റിക്വയർഡ് പർട്ടിക്കുലേഴ്സ് ഫ്രം ദി പേപ്പേഴ്സ് ചെക്ക് ടു ഫോം ആൻ ഇലക്ട്രോണിക് ഇമേജ്. നമുക്കറിയാം ഒരു പേപ്പർ ചെക്ക് ഇലക്ട്രോണിക് ഇമേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സർ എന്താ പറയുക? ഓപ്ഷൻ എ ക്രോസിംഗ് ഓഫ് ചെക്ക്, ഓപ്ഷൻ ബി MICR ചെക്ക്, ഓപ്ഷൻ സി ട്രങ്കേഷൻ ഓഫ് ചെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ്? ട്രങ്കേഷൻ ഓഫ് ചെക്ക്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ബാങ്കിൽ നിന്ന് പണം അവിടെ എന്ത് ചെയ്യണം? ആ ചെക്ക് ഫിസിക്കലി മൂവ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ ഇമേജ് ക്യാപ്ചറിങ് ടെക്നോളജി വന്നു അല്ലേ. അവിടെ ആ ചെക്കിന്റെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിരിക്കും. ആ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുക? ട്രങ്കേഷൻ ഓഫ് ചെക്ക് എന്ന് പറയുക. അതായത് CTSന്റെ ഭാഗം ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റമാണ് അതിന്റെ മുഴുവനായിട്ട് പറയുക. അപ്പോൾ അങ്ങനെ ചെക്ക് ട്രങ്കേഷൻ ആണ് ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഇമേജ് കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ചെക്ക് ക്ലിയറൻസ് സാധ്യമാക്കുന്നതാണ്. അത് വലിയ വിപ്ലവകര മാറ്റം വരുന്നു. ചെക്കിന്റെ കാര്യത്തിലൊക്കെ വളരെ വിപ്ലവകര മാറ്റം വരുന്നു CTSന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. Offer additional banking products to the existing bank customers with a view to expand banking business. ബാങ്കിങ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നിലവിലുള്ള കസ്റ്റമേഴ്സിന് അഡീഷണൽ ബാങ്കിങ് പ്രൊഡക്ട്സ് കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഓപ്ഷൻ ബി ക്രോസ് സെല്ലിംഗ്, ഓപ്ഷൻ സി റീറ്റെയിൽ ബാങ്കിങ്, ഓപ്ഷൻ സി ബാങ്ക് അഷുറൻസ്. എന്താ പറയുക? ക്രോസ് സെല്ലിംഗ് എന്ന് പറയാം അല്ലെ. നമ്മൾ അഡീഷണൽ പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സിനൊപ്പം അഡീഷണൽ പ്രൊഡക്ട്സ് നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന നമ്മൾ അതിനെന്ത് പറയുക? ക്രോസ് സെല്ലിംഗ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ട് ക്രോസ് സെല്ലിംഗ് ഒരു കലയാണെന്ന് പറയും. ചില വ്യക്തികൾ വളരെ എളുപ്പത്തിൽ ക്രോസ് സെല്ലിംഗ് കാണാം. അവരൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് എടുക്കാൻ വന്ന ഒരാളാണെങ്കിൽ അവരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു വെഹിക്കിൾ ലോണിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരു ക്രോസ് സെല്ലിംഗ്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിലേക്ക് പോകാനുള്ള കഴിവ് ക്രോസ് സെല്ലിംഗ് ഒരു കലയെന്ന് എപ്പോഴും ബാങ്കിങ്ങിൽ പറയുന്നതാണ്. അപ്പോൾ ക്രോസ് സെല്ലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ്. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി പീരീഡ് നമ്മൾ സാധാരണ DD എടുക്കാറുണ്ടല്ലോ ബാങ്കിൽ നിന്ന് അല്ലേ. ആ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണ്? ഓപ്ഷൻ എ 2 months, ഓപ്ഷൻ ബി 1 month, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി നോ ലിമിറ്റേഷൻ. എത്ര മാസമാണ്? 3 മാസമാണ്. ഒരു DDയുടെയും ചെക്കിൻ്റെയൊക്കെ കാലാവധി എത്രയാണ്? 3 മാസം. പണ്ടത് എത്രയായിരുന്നു? 6 മാസമായിരുന്നു. ഇപ്പം എത്രയാണ്? 3 മാസമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെയും ചെക്കിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. പണ്ടത് 6 മാസത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കോർപ്പറേഷനും ബാങ്കിങ്ങും IT ആൻഡ് സൈബർ ലോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും JCയുടെ പ്രതീക്ഷ. ഇപ്പോൾ നിലവിലുള്ള സിലബസ് വരെ ഇനി സിലബസ് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ചെറിയ അപ്ഡേഷൻസ് മാത്രമേ നമ്മളത് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ആദ്യമേ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ഏറ്റവും ബേസിക്കുള്ള കാര്യങ്ങളിൽ നിന്ന് കോർപ്പറേഷനും ബാങ്കിങ്ങും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്താണ് ആ ഒരു എക്സാം ആകുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനും മികച്ചൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ആ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും മികച്ചൊരു അവസരമാണ് എൻട്രി ഒരുക്കി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് ബാച്ചിലേക്കും ജനറൽ ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബോർഡ് നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നമ്മളിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പറയുന്ന മസിനഗുഡി വഴി ഊട്ടിയിലേക്കുന്നില്ല. അപ്പോൾ അതുപോലെ എൻട്രി വഴി നമുക്ക് എന്ത് ചെയ്യാം? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ചുവട് വെച്ച് പോകാം. അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്നേഹവും സഹകരണമാണ് ഈ ഒരു ചാനൽ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്നേഹ സഹകരണമൊക്കെ തുറന്നുകൊണ്ട് പോവുക. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും എപ്പോഴും ആരുണ്ടായിരിക്കും? എൻട്രി ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.